Okay, I mean, chapter number 1 questions are solved. Okay, chapter 1, which is nature, objective, and scope of auditing. Okay, obviously, എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിനകത്ത് മേജർ ആയിട്ട് വരുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനകത്ത് മേജർ ആയിട്ടുള്ള ടോപ്പിക് വിച്ച് ഇസ് SA 200 ആണ് അതിനകത്ത് മെയിൻ ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ എക്സാം അപ്രോച്ച് ചെയ്യണത്, എങ്ങനെയാണ് എക്സാമിന് ഒരു വേരിയസ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഏത് ടോപ്പിക്കാണ് ഏത് ചാപ്റ്റർ ആണ് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലറൈസ് ആവുക. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പം ഏത് ടോപ്പിക്കാണെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ. സോ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏത് ടോപ്പിക്കാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. അതായത് അൺമ്യൂട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. RAG is proprietorship firm engaged in the manufacturing of textiles and handloom products. It sells its finished products both in the domestic as well as in the international market. Okay, the company is making total turnover of 30 crores. Okay, RNG എന്ന് പറഞ്ഞൊരു പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം ഉണ്ട്. അവരെന്താണ് ടെക്സ്റ്റൈൽസ് അതേപോലെ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അവർക്ക് ഡൊമസ്റ്റിക്കും അതേപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പർട്ടിക്കുലർ സെയിൽസ് നടക്കുന്നുണ്ട്. അവർക്ക് 30 കോടിയുടെ ടേൺ ഓവർ അവർ പർട്ടിക്കുലർ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ഓൾസോ അവൈൽഡ് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് ₹5 crores ഫ്രം കാനറ ബാങ്ക്. ഓക്കെ, ഇൻ ദി ഇയർ 2017-18 proprietor of the firm is worried about the financial position of the company and is under the impression that since he is out of India, therefore firm might run into losses. ആ പർട്ടിക്കുലർ പ്രൊപ്രൈറ്റർ എന്താണ്, പുറത്താണ്, ഇന്ത്യക്ക് പുറത്ത് നിൽക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിനൊരു പേടി എന്താ, ഈ കമ്പനി ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. He approaches a CA about advantages of getting his accounts audited throughout the year so that he may not suffer due to accounting weakness. അക്കൗണ്ട്സിലുള്ള വീക്ക്നെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഓഡിറ്ററിന്, ഒരു പർട്ടിക്കുലർ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ അപ്രോച്ച് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഓഡിറ്റിംഗിന് അഡ്വാൻറ്റേജിനെ ഒക്കെ പറ്റിയിട്ട് ചോദിച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രൊപ്രൈറ്റർഷിപ്പിലെ ഫേമിലെ ഈ വ്യക്തി RAG എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ആള് എന്ത് ചെയ്തേക്കുന്നത്, അപ്രോച്ച് ചെയ്തേക്കുന്നത്. അഡ്വൈസ് റിഗാർഡിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ഗെറ്റിംഗ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, MTP മാർച്ച് 2018 ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ, പേരിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ഈസ് ദി ചീഫ് യൂട്ടിലിറ്റി ഓഫ് ഓഡിറ്റ് ലൈസ് ഇൻ റിലയബിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് the states of affairs may be easy to understand. Apart from this obvious utility, there are other advantages of audit. Some or all of these are of considerable value even to those enterprises and organizations where audit is not compulsory. Explain. നമ്മൾ 3 ക്വസ്റ്റ്യൻ നോക്കി. സെയിം, ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് തേർഡ് വൺ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. എന്തിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാമോ? ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ? ഓഡിറ്റ് മാൻഡേറ്ററി ഓർ വോളണ്ടറി ഓഡിറ്റ്? എനി അതർ ആൻസേഴ്സ്? ഫസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് മേ ബി 1 or 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് എൻറ്റയർലി ബ്ലണ്ടർ ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾ തരുന്നത്. അത് കുഴപ്പമില്ല, അത് വരണം, അത് നിങ്ങൾ ചെയ്യണം, ആൻസർ ചെയ്യണം. ആ തെറ്റായിട്ടുള്ള ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആൻസേഴ്സിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കത്തുള്ളൂ. 2 ആൻസർ ആദ്യം വന്നിരിക്കുന്ന ഓഡിറ്റ് മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ, അതേപോലെ വോളണ്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞ ആൻസർ തെറ്റാണ്. ദി ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റിംഗ് ടു ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്റെ ഫ്രെയിംവർക്ക്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 0.1% എക്സ്പെക്ട് ചെയ്യാം. ബാക്കി എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിറ്റിന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഇതേപോലെ കുറച്ച് കേസൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്യും. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കേസ് സ്റ്റഡി ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് മാത്രം നോക്കിയാൽ മതി. അഡ്വൈസ് റിഗാർഡിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. എന്തിനെ പറ്റിയിട്ടാണ് അഡ്വൈസ് ചെയ്യേണ്ടത്? റിഗാർഡിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ അഗെയിൻ സെയിം വേർഡിങ്സ് തന്നെയാണ്. ആൻഡ്
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ അഥവാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണെന്നുള്ളത്. ഓക്കെ, ദി ചീഫ് യൂട്ടിലിറ്റി, ആ യൂട്ടിലിറ്റിയുടെ വാക്കിനർത്ഥം ചീഫ് യൂട്ടിലിറ്റി, ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്? ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് ലൈസ് ഇൻ റിലയബിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വിച്ച് ദി സ്റ്റേറ്റ്സ് ഓഫ് അഫയേഴ്സ് മേ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആ യൂട്ടിലിറ്റിയുടെ അർത്ഥം തന്നെ എന്താണ്? അഡ്വാൻറ്റേജ് ആണ്. അപ്പാർട്ട് ഫ്രം ദിസ് ഒബ്വിയസ് യൂട്ടിലിറ്റി, ഈ അഡ്വാൻറ്റേജ് അല്ലാതെ there are other advantages of auditing too. വേറെ അഡ്വാൻറ്റേജും ഉണ്ട്. Okay, some or all of these are of considerable value even to those enterprises and organizations where audit is not compulsory. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ, അല്ലെങ്കിൽ വോളണ്ടറി ഓഡിറ്റ് മാൻഡേറ്ററി ഓഡിറ്റ് അല്ലാത്ത ഇതാണ് എന്നൊക്കെ ഡൗട്ട് വരാൻ കാരണം ഈ ഒറ്റ സെന്റൻസ് ആണ്. പക്ഷെ നമുക്ക് ആ സെന്റൻസിനെ പറ്റിയിട്ടല്ല ചോദ്യം വന്നേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, അതാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അതായത് ഈ അഡ്വാൻറ്റേജ് ആർക്കും കൂടെ വരും. ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് വരും. ഓഡിറ്റർ കമ്പൽസറി അല്ല, വോളണ്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ എല്ലാം അടിപൊളിയായിട്ട് എഴുതും. വോളണ്ടറി ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതും. ചിലപ്പോൾ അതിന്റെ കീവേഡ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യൻ വോളണ്ടറി ഓഡിറ്റിനെ പറ്റിയിട്ടല്ല ചോദിച്ചേക്കുന്നത്. സോ അതാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക്, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ഒരു ആസ്പെക്ട്. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ ഡിസ്കഷൻ സെഷൻസിൽ നമ്മൾ അത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ 1ന്റെ ആ നിങ്ങൾ മേക്ക് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇത് ഓവർകം ചെയ്യും. ഇതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. സോ ക്വസ്റ്റ്യനകത്ത് പല കാര്യങ്ങൾ പറയും. RAG എന്ന് പറഞ്ഞ ഫോം അവര് എന്താണ് ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസും അതേപോലെ കുറെ കഥകളൊക്കെ പറഞ്ഞു. ഓക്കെ, അതേപോലെ ഇതൊരു പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്നും പറയുന്നു. ഓക്കെ, പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. അപ്പൊ അങ്ങനത്തേക്കുള്ള ചിന്തകളിലോട്ട് പോകും. പക്ഷെ ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് റിഗാർഡിങ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ അറിയാം നമ്മൾ. സോ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പല റിവിഷൻസും ചെയ്യുന്നത്. So first question answer, advantages of auditing. Okay, it safeguards the financial interest of persons who are not associated with the management. Okay, അതേപോലെ തന്നെ മോറൽ ചെക്ക് ഓൺ ദി എംപ്ലോയീസ് ഉണ്ടാവും. അതേപോലെ ടാക്സ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനായിട്ട്, ലോൺസ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്, പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബോണസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വേജസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിംസ് എടുക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ പർട്ടിക്കുലർ ഓഡിറ്റിംഗ് സഹായിക്കും. അഡ്വാൻറ്റേജസ് ആണ്. ദെൻ എന്തെങ്കിലും വേസ്റ്റേജോ എന്തെങ്കിലും ലോസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും, എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ടും ആർക്ക് പറ്റും, ഓഡിറ്ററിന് പറ്റും. സോ അതിനും എന്താണ് ഓഡിറ്റിംഗ് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അതേപോലെ വെരി ഇമ്പോർട്ടന്റ്, ഇന്റേണൽ കൺട്രോൾസ്, എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസ് ഉണ്ടോ ഇല്ലയോ, അതിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് പാർട്ട്ണർ, റെസിഗ്നേഷൻ ഓഫ് പാർട്ട്ണർ എക്സെട്ര, ഈ സിറ്റുവേഷൻസിൽ ഈ അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പർ ആക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ സെറ്റിൽമെന്റ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആക്കാനായിട്ട് സഹായിക്കും ഓഡിറ്റിംഗ്. ആൻഡ് ഓൾസോ ഗവൺമെന്റ് മേ റിക്വയർ ഓഡിറ്റഡ് സർട്ടിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ്. എന്തിനു വേണ്ടിയിട്ട്, ഗ്രാൻസോ അല്ലെങ്കിൽ ഇനി അത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഫേമിന്, എൻറ്റിറ്റിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എന്ത് വേണം, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. സോ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ആസ്പെക്ട് ബേസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്താണ് ഫസ്റ്റ് തിങ്, യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, യൂസറിന് ബെനിഫിറ്റഡ് ആണ്. 2, അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ എംപ്ലോയീസിന് ബെനിഫിറ്റഡ് ആയിട്ട്. 3, ഗവൺമെന്റ് ബേസ് ചെയ്തിട്ട്. ഗവൺമെന്റ് ബേസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ടാക്സിന്റെ ആസ്പെക്ട് വരും. അതേപോലെ തന്നെ ഗ്രാൻസ്, മറ്റ് അതർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ടു ദി എൻറ്റിറ്റി കൊടുക്കുന്നതിൽ ഗവൺമെന്റിന്റെ ആസ്പെക്ട് വരും. അതേപോലെ ക്രെഡിറ്റേഴ്സ്, അവർക്ക് ഈ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആസ്പെക്ട് ബെനിഫിറ്റഡ് ആണ്. എംപ്ലോയീസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വേജസ്, ബോണസ് എക്സെട്ര ആപ്ലിക്കബിൾ ആണ്. ഇൻഷുറൻസ് കമ്പനി, ഈവൻ ബാങ്ക്സിനും എന്താണ് ബെനിഫിറ്റഡ് ആണ്. ബാങ്ക് ഒക്കെ ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിൽ കയറി വരും. അതുകൊണ്ടാണ് ബാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോയിന്റ് ഇല്ലാത്തത്. അതേപോലെ എൻറ്റിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇന്റേണൽ കൺട്രോൾസ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്യാം. അതേപോലെ തന്നെ വേസ്റ്റേജ് ലോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് ഒരു
ക്രിസ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണോ? നമ്മൾ ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഓക്കെ, ഇതിപ്പോ നമ്മൾ പഠിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, an audit is independent examination of financial information of an entity, whether profit oriented or not, irrespective of its size or legal form, when such an examination is conducted with a view to express an opinion thereon. ഇതെന്താണ്? ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ. Explain stating clearly how the person conducting this task should take care to ensure that the financial statements would not mislead anybody. ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the person conducting audit should take care to ensure that the financial statements would not mislead anybody. Explain stating clearly the meaning of auditing. Okay, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് അവർ ഡെഫിനിഷൻ തന്നു, രണ്ടാമത്തെ ഒരു എന്താണ് ആസ്പെക്ട് അവർ പറയുന്നു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് അവർ ജസ്റ്റ് ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്യാണ്, ഓൾസോ അവർ പറയാണ് ഓഡിറ്റിംഗിന്റെ മീനിങ് സ്പെസിഫൈ ചെയ്യാൻ. ആൻസർ എന്താണ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ഇൻഡിപെൻഡൻസ്, ഇനി അതർ ആൻസേഴ്സ്, മീനിങ്. ഓക്കെ ഓക്കെ, അതായത് സ്പെസിഫൈ ചെയ്ത് പറയും, അതായത് സ്പെസിഫൈ അല്ല, ജനറൽ ആയിട്ട് പറയും. മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഓഡിറ്റ്, നേച്ചർ ഓഫ് ഓഡിറ്റിന് അണ്ടറിൽ വരുന്നതാണ്. യെസ്, ഓഡിറ്റ് ഷുഡ് നോട്ട് മിസ്ലീഡ് എനിബഡി പോയിന്റ്സിനകത്ത് വരുന്നതാണ്. അതിന് ഒരു ഡയറക്റ്റ് മെസ്സേജ് എനിക്ക് വന്നു, അത് കറക്റ്റ് ആണ്. ഡയറക്റ്റ് മെസ്സേജിനകത്ത് വന്ന ആൻസർ കറക്റ്റ് ആണ്. അതൊന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഡയറക്റ്റ് മെസ്സേജിനകത്ത് വന്ന ആൻസർ കറക്റ്റ് ആണ്. എന്താണ് ആൻസർ? ആൻസർ ഇസ് യെസ്, റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, റിലയബിലിറ്റി കൺസെപ്റ്റ് ആണ് ഈ പർട്ടിക്കുലർ പോയിന്റ്. നമ്മൾ പഠിച്ചിട്ട് 5 പോയിന്റ്. അതായത് എന്താ, ജേർണൽ എൻട്രീസിന്റെ ബേസിൽ വേണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ജേർണൽ എൻട്രീസ് പ്രോപ്പർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം. അതേപോലെ തന്നെ ജേർണൽ എൻട്രീസ് ഒന്നും ഒമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, അൺആംബിഗസ് ആയിരിക്കണം. അതേപോലെ മറ്റ് പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് എമൗണ്ട്സ് അതിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് എല്ലാം പ്രോപ്പർലി ക്ലാസിഫൈഡ് ആയിരിക്കണം, ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഈ പർട്ടിക്കുലർ അക്കൗണ്ട്സ് എല്ലാം എന്ത് ചെയ്യണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ പ്രസന്റ് ചെയ്യണം എന്നുള്ള പോയിന്റ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പർട്ടിക്കുലർ റിലയബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ആൻസർ. എന്താണ് ഈ ആൻസർ ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് പോയിന്റ്. അതായത് ആ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ള പോയിന്റിലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ്. ഇത് ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യാം, അത് എഴുതാം. അനാലിസിസ് ഓഫ് ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമില്ല. ഓക്കെ, അനാലിസിസ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഡെഫിനിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. എനി എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലാത്തതാവാം. അതായത് എക്സാമ്പിൾ പ്രോഫിറ്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റി, അൺലിസ്റ്റഡ് എൻറ്റിറ്റി, ഇതെല്ലാം എന്താണ്? പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഓഫ് NGO, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ട്രസ്റ്റ്, എക്സെട്ര. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ്, ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് നോട്ട് മിസ്ലീഡ് എനിവൺ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഓഡിറ്റർ ശ്രദ്ധിക്കണം? എന്താണ്? അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി എൻട്രീസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിനൊക്കെ പ്രോപ്പർ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത ആ ഒരു ബേസിൽ എഴുതിയാലും മതി. ഓക്കെ, എന്താണ്? പ്രോപ്പർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റിലയബിൾ ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സ് വേണം. ദെൻ ജേർണൽ എൻട്രീസ് ഒന്നും ഒമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ ഇൻഫോർമേഷൻ കൺവേഡ് ബൈ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺആംബിഗസ്. അതേപോലെ എമൗണ്ട്സ് എല്ലാം പ്രോപ്പർലി ക്ലാസിഫൈഡ് ആയിരിക്കണം, ഡിസ്ക്രൈബ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ദി ഓപ്പറേഷൻ റിസൾട്ട് ആൻഡ് അസറ്റ് ആൻഡ് ലയബിലിറ്റി പ്രസന്റ് ചെയ്തിരിക്കണം. ഇതാണ് ആൻസർ. ഓക്കെ, ഇതാണ് മെയിൻ ആൻസർ. ക്വസ്റ്റ്യനകത്ത് ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ.